കോക്രോച്ച് ജനതാ പാർട്ടി നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ചർച്ച നടക്കുന്ന സമയത്താണ് സോഷ്യൽ മീഡിയയിൽ ജസ്റ്റ് ഒരു മെസ്സേജ് എന്ന രീതിയിൽ ഒരു ക്യാമ്പയിനുമായിട്ട് ഒരു മനുഷ്യ രംഗത്ത് വരുന്നത്. പിന്നീട് അത് ഒരു കൂട്ടം യുവാക്കള് വിദ്യാർത്ഥികൾ ഏറ്റെടുക്കുകയാണ്. ആദ്യം ഇതിന് ഒരു ശിപ്പായി ലഹള എന്നൊക്കെ ബ്രിട്ടീഷുകാർ നമ്മളെ കളിയാക്കിയതുപോലെ ഇവിടുത്തെ ഭരണകൂടം കളിയാക്കുക ചെയ്തത്. പിന്നീട് അങ്ങോട്ട് ജനങ്ങൾ അത് ഏറ്റെടുത്തു. യുവാക്കളും യുവതികളും രാഷ്ട്രീയക്കാരും എല്ലാവരും ഏറ്റെടുത്തിരിക്കുന്നു. ഇപ്പൊ ഇതാ കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടിയുടെ വലിയ പിന്തുണയോട് കൂടിയിട്ട് വലിയ സമരങ്ങൾ നടക്കുന്നുണ്ട്. ഒരുപക്ഷെ കോക്രോച്ച് ജനതാ പാർട്ടി എന്നുള്ള ആ യുവാക്കളുടെ അല്ലെങ്കിൽ ആ വിദ്യാർത്ഥിനികളുടെ സംഘടന എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു കൂട്ടത്തിനെ വളരെ മോശപ്പെട്ട രീതിയിൽ തന്നെയാണ് ഇവിടെയുള്ള ഭരണകൂടവും മറ്റുള്ള ആളുകളും കളിയാക്കിയത്. എന്നാൽ കേരളത്തിലുള്ള ആളുകളും ഇന്നും ഈ കോക്രോച്ച് എന്ന് പറയുന്ന ആ പാവം കൂട്ടായ്മയെ തല്ലി തകർക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. മേജർ രവി എന്ന് പറയുന്ന വ്യക്തി BJP-കാരനാണ്. എങ്ങനെയാണ് ഒരു മനുഷ്യന് ഇങ്ങനെയൊക്കെ പെരുമാറാൻ കഴിയുന്നതെന്ന് അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പെരുമാറ്റം എന്നുള്ളതാണ്. ആ യുവാക്കളെ അല്ലെങ്കിൽ ആ വിദ്യാർത്ഥിനികളെ ഏത് രീതിയിലാണ് അദ്ദേഹം ചിത്രീകരിക്കുന്നത് എന്ന് കേൾക്കണോ? നിങ്ങൾക്ക് കേൾക്കാം. ഒരുപാട് സിനിമ നടന്മാരും അതേപോലെ കൃഷ്ണകുമാറും അഹാന കൃഷ്ണയൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലേക്കും കൂടി കാണാം. സോഷ്യൽ മീഡിയയിൽ കൂടെ കിട്ടിയിരിക്കുന്ന കുറെ ഫ്രസ്ട്രേറ്റഡ് യങ്സ്റ്റേഴ്സ് എന്ന് അറിയില്ലേ, കാരണം സ്വന്തമായിട്ട് കപ്പാസിറ്റി എന്താണെന്നുള്ള അവർക്ക് പോലും അറിയില്ല. ഇപ്പൊ പോലും നിങ്ങൾ ഡൽഹിയിൽ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിന്റെ പോലും ചില ആർട്ടിസ്റ്റുകളൊക്കെ അവിടെ പോയി നിന്നിട്ട് ഒച്ചമ്പാടുണ്ട്. അവർ ബേസിക്കലി ഇവിടെ വലിയ പണിയൊന്നും ഇല്ല അവർക്ക്. അപ്പൊ എവിടെയെങ്കിലും കയറി നിന്നിട്ട് TV-യിൽ കയറി നിന്ന് കണ്ട് എന്താണ് അവരുടെ ഐഡിയ എന്ന് വെച്ചാൽ അവർ പോയിരിക്കുന്നത് എന്താണ്, നീറ്റിന്റെ ചോദ്യപേപ്പർ ചോർന്നതിനുള്ള കാര്യങ്ങൾ, അതിനുള്ള സപ്പോർട്ട് കുട്ടികളെ അടിക്കാൻ പാടില്ല. പക്ഷെ കുട്ടികളെ അടിക്കുന്നത് എങ്ങനെയാണ്? പോലീസ് അവരുടെ വീട്ടിൽ കയറിയിട്ട് അടിക്കില്ല. പോലീസ് പറഞ്ഞിരിക്കുന്ന ജന്തർ മന്ദർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പർട്ടിക്കുലർ ഏരിയ ഉണ്ട്. അവിടെ സമരം, പ്രക്ഷോഭം എന്ത് വേണമെങ്കിലും ചെയ്യാം, പ്രതിഷേധിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, പോലീസുകാര് വെറുതെ അങ്ങ് അടിച്ചതല്ല. അദ്ദേഹം പറഞ്ഞ ആ ഒരു സ്ഥലത്ത് പോകാൻ പാടില്ല എന്നുള്ളതാണ്. ഇത് റിസ്ട്രിക്റ്റഡ് ഏരിയ ആയതുകൊണ്ടാണ് എന്നുള്ളതാണ്. ബ്രിട്ടീഷുകാർക്ക് എതിരെ ഇന്ത്യ ആദ്യം സമരം ചെയ്തത് ഏത് രീതിയിലാണ്? ഉപരോധം ഏർപ്പെടുത്തുകയും അവരധികമായി ചുമത്തുന്ന നികുതിയൊക്കെ കൊടുക്കാതെ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങുക ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ സമരമാകുമ്പോൾ ആ രീതി തന്നെയാണ് മുന്നോട്ട് പോവുക. പക്ഷേ എന്തുകൊണ്ടാണ് ഒരു വീഡിയോ കാണിച്ചു തരാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ? सारे लोगों ने अपने नेम टैग्स क्यों उठाए? पहने हुए थे, उसके बाद में उतारा, गर्मी की वजह से उतारा है, गर्मी की वजह से उतारा है। सही रीजन पक्का? बस बिल्कुल यही रीजन। സമരക്കാരെ അടിക്കാൻ വന്ന പോലീസുകാർക്ക് നെയിം ബോർഡ് ഇല്ലായിരുന്നു. എന്തുകൊണ്ടാണ് അത് ഊരി വെച്ച് വന്നത് എന്ന ചോദ്യത്തിന് പോലീസ് ഉദ്യോഗസ്ഥ പറയുന്ന വാക്കാണ് ചൂട് കാരണം. ഭയങ്കര ചൂടായിരുന്നു, അതുകൊണ്ടാണെന്നുള്ളത്. ചൂടായി കഴിഞ്ഞാൽ ശരീരത്തിൽ വെക്കുന്ന ചെറിയ ആ ഒരു സാധനം എടുത്തു കളഞ്ഞാൽ ചൂട് മാറും എന്നുള്ളതാണ്. ഞങ്ങളെന്താ വിഡ്ഢികളാണോ, ഞങ്ങളെന്താ പൊട്ടന്മാരാണോ എന്നാണ് ചോദിക്കാനുള്ളത്. എന്നാൽ അവരെ തല്ലി ഒതുക്കാൻ വന്ന ആളുകളില് പോലീസുകാർ മാത്രമല്ല, ഒരു കൂട്ടം യൂണിഫോം ഇല്ലാത്ത ആളുകൾ ഉണ്ടായിരുന്നു. വലിയ വടികളുമായിട്ടാണ് അവർ വന്നിരുന്നത് എന്നുള്ളതാണ്. ഈ നീറ്റ് പരീക്ഷാ ചോദ്യ പേപ്പറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന സമരങ്ങളിൽ ഒരുപാട് ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. മനം നൊന്ത് ഒരുപാട് വിദ്യാർത്ഥിനികൾ ജീവൻ ഒടുക്കിയത് നമ്മൾ കണ്ടതാണെന്നുള്ളതാണ്. നാളെയുടെ തലമുറയെയാണ് അടിച്ചമർത്താൻ ശ്രമിക്കുന്നത്. ഒരിക്കലും അനുവദിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. നമ്മൾ ഒരിക്കലും ഇത്തരം സമരങ്ങളെ ഒരിക്കലും അടിച്ചമർത്താൻ കൂട്ടു നിൽക്കരുത്. അവർക്ക് പിന്തുണ നൽകുകയാണ് വേണ്ടത്. പോലീസുകാരെ ആക്രമിക്കാനോ പൊതുമുതൽ നശിപ്പിക്കാനോ അല്ല പറയുന്നത്. അവരാവശ്യപ്പെടുന്നത് എന്താണ്? കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ തീർച്ചയായിട്ടും പദവിയിൽ നിന്ന് മാറ്റുക തന്നെ വേണം എന്നുള്ളതാണ്. ഇനിയും അത് ആവർത്തിക്കും എന്നുള്ള പേടി കൊണ്ടാണെന്നുള്ളതാണ്. മനോരമ ന്യൂസ് പുറത്തുവിട്ട ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടുനോക്കി. സമാധാനപരമായി നീങ്ങി മാർച്ചിന് നേരെ പോലീസ് നടത്തിയ ബലപ്രയോഗത്തിൽ നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ആശുപത്രികൾ പരിക്കേറ്റവരേക്കും പറഞ്ഞു. पत्तल भी लेके आए थे, गिट्टी गाड़ी तो लेके आए हैं, गाड़ी भी अपने तोड़े, हम लोग को मारे, उल्टे मारे हैं, मार देते पूरे। और रोड में भी है, और यहाँ पे अड्डी टूट गया है, यहाँ टूट गया है। कल मेरे को मारा, पीता बहुत सारा घसी था, मेरे को गिराया, पुलिस वाले ने मारा ना, गिरा मैं। മേജർ രവി സാറേ, നിങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരനാണെന്ന് എനിക്കറിയാം. പക്ഷെ നമ്മൾ ചില സമയത്ത് ചില സത്യങ്ങൾ തുറന്നു പറയുമ്പോൾ നമ്മുടെ കാലിൽ ഒരു ചങ്ങല പോലെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടി ഒരു വിലങ്ങതടങ്ങാവുന്നുണ്ടെങ്കിൽ ആ ചങ്ങല അറുത്തു മാറ്റി സത്യങ്ങൾ വിളിച്ചു പറയാനുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത്. നമ്മളൊരു ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത്, അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്താണ് ജീവിക്കുന്നത്. കാലിൽ കെട്ടിയ ആ വിലങ്ങ് അല്ലെങ്കിൽ ആ ചങ്ങല വലിച്ച് പൊട്ടിച്ച് സത്യം വിളിച്ചു പറയാനുള്ള ആർജവമാണ് നിങ്ങൾ കാണിക്കേണ്ടത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇതൊരു വലിയ മണ്ടത്തരമാണ് ഇപ്പം മേജർ രവി പറഞ്ഞത് എന്നുള്ളതാണ്. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഒരു ലൈവിലൂടെ പറഞ്ഞു. അത് കട്ടിങ് ആയിട്ട് ന്യൂസ് ചാനലുകൾ പുറത്തു വിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയുടെ മകളെ കുറിച്ചൊരു കാര്യം പറയുന്നുണ്ട്. ഞാൻ അതും കൂടി ഒന്ന് കേൾപ്പിച്ചു തരാം, കേട്ടോ.
എനിക്ക് മായ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ കുട്ടിക്കാലം തൊട്ട് ജനിച്ച അന്ന് മുതലൊക്കെ ഞാൻ കാണുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടിയുടെ സ്വഭാവം എന്താണെന്നുള്ളത് എനിക്കറിയാം. ആ കുട്ടിക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നോളജോ ഇതൊന്നുമില്ല. വളരെ ഹ്യൂമെയിൻ ആയിട്ടുള്ള, കുട്ടിക്കാലം മുതലൊക്കെ ഏതെങ്കിലും ഒരു അനിമൽ, ഒരു നാൽക്കാലി, ഒരു പട്ടി, സ്ട്രേ ഡോഗിനെ പോലും കണ്ടു കഴിഞ്ഞാൽ അതിന്റെ പിറകിൽ കരഞ്ഞുകൊണ്ട് നടന്നിരുന്ന ഒരു മായനെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനെ രക്ഷിക്കുമെന്നും പറഞ്ഞുകൊണ്ട്, അതിനെ എടുത്തുകൊണ്ട് വരുമെന്നും പറഞ്ഞു. ഇപ്പൊ റീസെന്റ് ആയി നടന്നിട്ടുള്ള ഒരു സംഭവം, ഈ കുട്ടി പഠിച്ചതും വളർന്നതെല്ലാം വിയറ്റ്നാമിലായിരുന്നു. അവിടെയുള്ള ഒരു സ്ട്രേ ഡോഗ്, ഒരു ഡോഗിനെ ഒരാള് ആക്രമിക്കുന്നത് കണ്ടിട്ട് ആ കുട്ടി ആ ഡോഗിനെ അഡോപ്റ്റ് ചെയ്തിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് വഴി സംസാരിച്ച് പെർമിഷൻ എടുത്തുകൊണ്ടാണ് ആ ഡോഗിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അവളുടെ വീട്ടിൽ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ആ കുട്ടിയുടെ മനസ്സെന്ന് പറയുന്നത്. ആ കുട്ടി കണ്ടതാണ് ഒരു ബ്ലോക്കിനകത്ത് ഒരു കുട്ടീനെ അടിക്കുന്നതും അതിന്റെ പേരിൽ ഒരു പോസ്റ്റ് ഇട്ടു. നിങ്ങൾ അതിനെ അങ്ങ് ഫുള്ള് കാക്രോച്ച് പാർട്ടിക്കുള്ള സപ്പോർട്ടായിട്ട് പറഞ്ഞുകൊണ്ട് ഇപ്പം പലരും എനിക്കും ഉണ്ട് നിങ്ങളുടെ ആളല്ലേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട്. പക്ഷെ ഞാൻ അറിയുന്ന മായ എന്ന് പറയുന്ന കുട്ടിക്ക് ഇതിനകത്ത് യാതൊരു വിധത്തിലുള്ള സംഭവം, ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അറിയില്ല. രവി സാറേ, ഒരു കാര്യം ചോദിച്ചോട്ടെ. മായ എന്ന പെൺകുട്ടിയുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ താങ്കൾ എങ്ങനെ കയറി ചെന്ന് കസേര ഇട്ടിരുന്ന് എന്തെങ്കിലുമൊക്കെ പറയും? അവര് കൃത്യമായിട്ടൊരു കാര്യം ചൂണ്ടിക്കാണിക്കുമ്പോൾ നിങ്ങൾ അതല്ല എന്ന് പറയുന്നത് എങ്ങനെ കഴിയുന്നു എന്നുള്ളതാണ്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാകാം. അതിനർത്ഥം എനിക്ക് അവനെ അറിയാം, അവൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചെന്ന് നിങ്ങൾ എങ്ങനെ പറയുന്നു? ഇത് വലിയൊരു വിഡ്ഢിത്തരാന്നുള്ളതാണ്. കേരളത്തിലുള്ള ഒരുപാട് ആളുകൾ ഈ വിഷയത്തിൽ, ഒരുപാട് സെലിബ്രിറ്റീസുകൾ കൃത്യമായി ഇടപെടലുകൾ നടത്തുമ്പോൾ അതിനെയൊക്കെ വളരെ മോശപ്പെട്ട രീതിയിൽ കളിയാക്കരുത്. പണ്ട് ബ്രിട്ടീഷുകാർ പറഞ്ഞതുപോലെ ശിപായി ലഹള എന്ന് പറഞ്ഞ് നമ്മളെ കളിയാക്കിയതുപോലെ നിങ്ങൾ ഇപ്പോ ഈ അകത്തിരുന്ന് കൊണ്ട് കാണിക്കുമ്പോൾ നീറ്റ് എക്സാം പരീക്ഷാ പേപ്പറൊക്കെ ചോർന്നപ്പോ അതൊന്നും ഒരു കുഴപ്പമില്ല എന്ന രീതിയിലാണോ പറയേണ്ടത്? ഒരിക്കലല്ല. നാളെയുടെ തലമുറയെ വാർത്തെടുക്കേണ്ട നമ്മൾ തന്നെ ഈ വിഷയത്തിൽ ഇങ്ങനെ പറയരുത്. ഇനി സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞ ഒരു വാക്കുണ്ട്, ഫുൾ ഫ്രെയിം എന്ന ഫേസ്ബുക്ക് പേജിലാണ് ഞാൻ കണ്ടത്. ആദ്യം സ്വന്തം സംഘടനയിലെ പ്രശ്നങ്ങൾ പരിഹരിക്ക്. ഒരു സംഘടനയുടെ കുഞ്ഞു പ്രശ്നങ്ങൾ പരിഹരിക്കാനാകാത്ത സിനിമാക്കാരാണോ നീറ്റ് പരിഹരിക്കേണ്ടത് എന്ന് പറയുന്നത്? എന്റെ സന്തോഷ് പണ്ഡിറ്റ് സാറേ, നിങ്ങളുടെ ഒരു റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ട. ഈ സംഘടനയുടെ കാര്യങ്ങൾ പരിഹരിച്ചതിന് ശേഷമേ മറ്റുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ പാടൂ എന്നുള്ള എന്തെങ്കിലും തിട്ടൂരമുണ്ടോ ഇവിടെ? ഒരു തിട്ടൂരുമില്ല. ഈ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് നടക്കുന്ന എല്ലാ വിഷയങ്ങളിലും നമുക്ക് ഇടപെടാനുള്ള, അഭിപ്രായ സ്വാതന്ത്ര്യം പറയാനുള്ള അവകാശമുണ്ട്. നമുക്ക് അങ്ങനെ ഒരുപാട് സ്വാതന്ത്ര്യങ്ങൾ അനുവദിച്ചു തരുന്ന ഒരു ഭരണഘടനയുണ്ട് എന്നൊരു ബോധം എന്തുകൊണ്ട് സന്തോഷ് പണ്ഡിറ്റ് സാറിന് ഇല്ല? ഈ വിഷയത്തിൽ ആ വിദ്യാർത്ഥികളുടെ കൂടെ നിൽക്കേണ്ട നമ്മളെല്ലാവരും പിന്നിൽ നിന്ന് കുത്താൻ കൂട്ടു നിൽക്കുന്നത് ശരിയല്ല എന്റെ പൊന്നു സാറേ. അടുത്തത് കൃഷ്ണകുമാർ. ജയ് ഹിന്ദ് എന്ന കുറിപ്പോട് കൂടിയിട്ട് നരേന്ദ്രമോദിയുടെ ഒരു ഫോട്ടോയിൽ ഇങ്ങനെ ഒരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്: കാശ്മീരിലെ കല്ലേറ് നിർത്താൻ അറിയാമെങ്കിൽ പിന്നെയാ ഡൽഹി. എന്റെ പൊന്നു കൃഷ്ണകുമാർ സാറേ, നിങ്ങൾക്കൊക്കെ എന്തിന്റെ കേടാണെന്ന് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് BJP പ്രവർത്തകർ ഈ രീതിയിൽ പെരുമാറുന്നത് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഈ നാട്ടിലുള്ള വിദ്യാർത്ഥികളുടെ കൂടെ അല്ലേ നിൽക്കുന്നത്? നിങ്ങൾ ഈ നാടിന്റെ ഭാവി തലമുറയുടെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ലേ? നിങ്ങളൊക്കെ അമ്മാവന്മാരെന്ന് പറഞ്ഞ ആളുകൾ തള്ളുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ജെൻസെറ്റ് വളരെ മോശം ആ രീതിയിലൊക്കെ ചിത്രീകരിക്കുന്നു. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കണ്ടോണ്ടിരിക്കുന്ന ഒരു ക്യാമ്പയിനാ. അഹാനകൃഷ്ണ താങ്കൾക്കുള്ള മറുപടി തന്നിട്ടുണ്ട്, അതുകൂടി വായിച്ചു കൊടുക്കട്ടെ. നഷ്ടപ്പെടുന്നത് വെറും ഒരു പരീക്ഷ മാത്രമല്ല, ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷകളാണ്. കൃഷ്ണകുമാറിനെ തള്ളിയ അഹാന. ഇത് മനോരമ ന്യൂസ് പുറത്തുവിട്ടതാണ്. ഇനി അഹാന പറഞ്ഞത് മുഴുവൻ പോസ്റ്റർ ഒന്ന് വായിച്ചു തരാവേ. പ്രിവിലേജ് ഉള്ള ഒരു കുടുംബത്തിൽ നിന്നുള്ള ഒരാൾക്ക് അത് വെറും ഒരു തിരിച്ചടി മാത്രമായിരിക്കും. ചെറിയൊരു കുടുംബത്തിൽ നിന്നും വരുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കാനുള്ള വഴിയാണ്. ആ വിശ്വാസം നഷ്ടമാകുമ്പോൾ പരീക്ഷ മാത്രമല്ല, നഷ്ടമാകുന്നത് കുടുംബത്തിന്റെ പ്രതീക്ഷ കൂടിയാണ് എന്നുള്ളതാണ്. ഇതാണ് അഹാന പുറത്തു വിട്ടിട്ടുള്ള ഒരു പോസ്റ്റ് എന്നുള്ളതാണ്. അപ്പൊ അങ്ങോട്ടും കൊണ്ടും പ്രശ്നമാണ് കൃഷ്ണകുമാറിന്റെ ഫാമിലി എന്ന രീതിയിലൊക്കെ അത് ആളുകൾ പറയുന്നുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴായി സോഷ്യൽ മീഡിയയിൽ വൈറലായി മുന്നോട്ട് പോകുന്ന, എന്നും കോൺട്രവേഴ്സികളോട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ടീമാണ് ഇവർ. നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്ന എന്നുള്ളതാണ്. പക്ഷെ ഈ വിഷയത്തിൽ കൃഷ്ണകുമാർ ഞാൻ വിചാരിച്ചത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം വീട്ടിലൊക്കെ പെരുമാറുന്ന അദ്ദേഹത്തിന്റെ വ്ളോഗൊക്കെ കാണുമ്പോൾ ഇതിനെ ഈ രീതിയിൽ പറയുന്ന ഒരിക്കലും വിചാരിച്ചില്ല. എന്തുവാ കൃഷ്ണകുമാർ സാറേ. ഓക്കെ, നമുക്ക് എന്തായാലും മറുനാടൻ മലയാളി സാജൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് കേട്ടോക്കാവേ.
നമുക്ക് ഇന്നലെ ഇവരുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതിയിൽ എത്തുന്നു. വിദ്യാർത്ഥികളെ ആക്രമിച്ചതിനെതിരെ അടിയന്തരമായി നടപടിയെടുക്കണം എന്നായിരുന്നു ആവശ്യം. കോടതി പറഞ്ഞു ഞങ്ങൾക്ക് സമയമില്ല, ഞങ്ങൾക്ക് ഇതിനേക്കാൾ പ്രധാനപ്പെട്ട പലതുമുണ്ട്, ഇത് ഇഷ്ടപ്പെടാതെ ഞങ്ങൾക്കും സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ക്യാമ്പയിൻ ആരംഭിച്ചു. എന്ന് വെച്ചാൽ സുപ്രീം കോടതി അവർ വീണ്ടും വെല്ലുവിളിക്കുകയാണ്. സുപ്രീം കോടതി പറഞ്ഞതിൽ എന്താണ് തെറ്റ്? രാജ്യത്തെ 140 കോടി ജനങ്ങൾ നേരിടുന്ന നിയമപ്രശ്നങ്ങളുടെ അവസാനത്തെ വാക്ക് 34-35 ജഡ്ജിമാരാണ്. അവർ ലക്ഷക്കണക്കിന് കേസുകൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. സാധാരണ മനുഷ്യന് നിഷേധിക്കപ്പെടുന്ന നീതി ഈ സുപ്രീം കോടതിയുടെ പടിവാതിൽക്ക് നിൽക്കുകയാണ്. അവർ ഇതൊക്കെ കൈകാര്യം ചെയ്തു വരുമ്പോൾ രാജ്യത്തിന്റെ ഒരു പ്രക്ഷോഭത്തിൽ വിദ്യാർത്ഥികൾ ആക്രമിക്കപ്പെട്ടു എന്നത് മറ്റെല്ലാ കേസുകളേക്കാൾ പ്രാധാന്യത്തോടെ പരിഗണിക്കണം എന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളത്? ഈ വിഷയം വീണ്ടും കത്തി മുന്നോട്ട് പോവുകയാണ് ചെയ്യുക. ഈ വിഷയത്തിൽ കോടതി ഇടപെടൽ നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സാജൻ സാറിനത് അറിയാനിട്ടല്ല. സാജൻ സാർ എന്തുകൊണ്ടാണ് ഈ ഇരട്ടത്താപ്പ് എടുക്കുന്നത് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെടൽ നടത്താൻ വേണ്ടിയിട്ട് പിന്തുണയുമായിട്ട് സുപ്രീം കോടതിയിൽ അഭിഭാഷകർ, ഒരു കൂട്ടം അഭിഭാഷകർ പിന്തുണച്ച കാര്യം താങ്കൾ അറിഞ്ഞു എന്ന് ഞാൻ കരുതുന്നു. ഈ വിഷയത്തിൽ പെട്ടെന്ന് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കോടതി തയ്യാറല്ല എന്ന് പറയുമ്പോൾ ഈ സമരം വലിയ രീതിയിൽ പ്രക്ഷോഭങ്ങളിലേക്ക് പോകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. ഇവർ പോലും അറിയാതെ ഇവരിലേക്ക് മറ്റുള്ള ആളുകൾ കയറി ചെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ പോലും അവർക്ക് തന്നെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. കോക്രോച്ച് ജനതാ പാർട്ടി ഒരു പാർട്ടിയൊന്നുമല്ല. അവർ യുവാക്കൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം യുവാക്കളാണെന്നുള്ളതാണ്. അതിൽ പിന്തുണയുമായിട്ട് കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടി, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഒക്കെ രംഗത്ത് വരുമ്പോൾ വിട്ടുനിൽക്കുന്നത് ഭരണ പാർട്ടി ആയതുകൊണ്ടാണ് BJP. അതിനർത്ഥം BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിലെ അണികളായ നിങ്ങൾ മിണ്ടരുത് എന്നോ ഇതിനെ എതിർക്കണമെന്നോ ഉള്ളതല്ല. നിങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങൾ ഇതിൽ ഇടപെടൽ നടത്തുകയാണ് വേണ്ടതെന്നുള്ളതാണ്. ഇത് കോടതി പരിഗണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും കൂടുതൽ പ്രശ്നങ്ങളിലേക്കല്ലേ പോവുക. ഇനിയിപ്പോ ഒരുപാട് ആളുകൾ കേരളത്തിൽ നിന്നും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. അവിടെ പോലീസുകാർ ലാത്തിചാർജ് നടത്തും. ഒരുപാട് ആൾക്ക് പ്രശ്നം ഉണ്ടാവും. നെയിം കാർഡ് പോലും ഇല്ലാത്ത പോലീസുകാരെ നമ്മൾ കണ്ടതാണ്. ചൂട് കാരണം അത് ഉരിവെച്ചെന്ന് പറയുന്നുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ അക്ബർ ഖാൻ, ബിഗ് ബോസ് താരം അക്ബർ ഖാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കളിയാക്കുന്നത് ഈ രാജ്യത്തിന്റെ ഭാവി തലമുറയെയാണ് എന്നാണ് അദ്ദേഹം ഊട്ടിയുറപ്പിക്കുന്നത്. കേട്ടു നോക്ക്. ഒരു കാര്യം പറയാനാണ് ഒരു വീഡിയോ ഇടുന്നത്. നമ്മൾ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം പറയാനാണ്. ഇപ്പൊ അറിയാലോ, ഡൽഹിയിൽ വലിയൊരു പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട, എല്ലാവർക്കും അറിയാം വിഷയത്തെ പറ്റി. അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് അതിൽ ഒരു കാര്യം പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം പലരും ജെൻസി ചെയ്യുന്ന പ്രൊട്ടസ്റ്റ്, ദ വേ ഓഫ് പ്രൊട്ടസ്റ്റിംഗ്, അത് പലരും വിമർശിക്കുന്നതായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കണ്ടു. അപ്പൊ എനിക്ക് അവരോട് പറയാനുള്ളത് ഒന്നുകൊണ്ടല്ല. അതായത് നമ്മളിപ്പോ അതിനെ വിമർശിക്കുന്നതിന് പകരം ഇത്രയും വലിയൊരു നാഷണൽ ലെവലിൽ റവല്യൂഷണറി ഒരു പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെതിരെ മൗനം പാലിച്ചുകൊണ്ട് അതിനൊരു സ്റ്റോറി പോലും ഇടാതെ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞു നടക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ. അവർക്കെതിരെ ശബ്ദം ഉയർത്തുന്നതിന് പകരം ഈ ജൻസിയുടെ രാജ്യത്തോട്ട് കയറുന്ന ഒരു പലരും അങ്ങനെ കണ്ടു, പല വീഡിയോയും കണ്ടു. അപ്പോ അത് ശരിക്കും അത് ചെയ്യുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? കാരണം എല്ലാവർക്കും അറിയാം ജൻസി എങ്ങനെയാണ് അവർ പെരുമാറുന്നത് എന്നുള്ളതും എങ്ങനെയാണ് അവരുടെ സ്റ്റൈൽ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാരണം അവർ ജനിച്ചത് വളർന്നതൊക്കെ ഈ സോഷ്യൽ മീഡിയയുടെ എക്സ്ട്രീം കാലഘട്ടത്തിലാണ്. ഈ ഇൻസ്റ്റാഗ്രാമിലൂടെ അവർ വളർന്നു തന്നെ. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വേ ഓഫ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഡിഫറന്റ് ആണ്. എന്തൊക്കെ പറഞ്ഞാലും അവരുടെ രീതിയിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ. ബട്ട് അവർ പറഞ്ഞ മാതിരി സംതിങ് ഇസ് ബെറ്റർ ദൻ നത്തിങ്, ഒന്നുമില്ലായ്മേക്കാൾ നല്ലത് എന്തെങ്കിലും ഉള്ളതാണെന്നൊക്കെ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ മഹാന്മാര്. അപ്പൊ അതിനെ നമ്മൾ സ്വാഗതം ചെയ്യല് വേണ്ടത്. കാരണം ഞാൻ വലിയ തോതിൽ ഇതിനെ വിമർശിക്കുന്നത് കൂടുതലും ഈ നമ്മുടെ മലയാളികളാണ്. കാരണം ജൻസിയുടെ ഈ ഒരു പ്രൊട്ടസ്റ്റിംഗ് രീതി, ഈ സ്റ്റൈലിലൊക്കെ ഒരുപാട് നോർത്ത് ഇന്ത്യൻസും ഒരുപാട് ഇന്ത്യ വൈഡ് ആയിട്ട് അവർ പ്രശംസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളിവിടെ വളരെ ജഡ്ജ്മെന്റലായിട്ട് അതിനെ കാണേണ്ട ആവശ്യം ഇല്ല എന്ന് എന്റെ പേഴ്സണൽ അഭിപ്രായമാണ്. അതെനിക്ക് പറയണമെന്ന് തോന്നി. കാരണം നമ്മുടെ എന്റെ ഉപ്പ എന്നെ പഠിപ്പിച്ചൊരു കാര്യം, നമ്മൾ സമയം വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തൊക്കെ പറഞ്ഞ നമുക്ക് വേണ്ടി ഒരാൾ സമയം മാറ്റി വെക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ ഇവിടുന്ന് ഇപ്പൊ ഈ പിള്ളേരായിക്കോട്ടെ സമയം മാറ്റി വെച്ചുകൊണ്ട് അവർക്ക് എന്തെല്ലാം കംഫർട്ട് സോണിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. അതൊക്കെ അവർ മാറ്റി വെച്ചുകൊണ്ട് ഈ സമയത്ത് അവിടെ പോയി ഇവരെ സമയം മാറ്റി വെച്ചുകൊണ്ട് ഡൽഹിയിൽ പോയി അവിടെ ചെന്നല്ലോ. അറ്റ്ലീസ്റ്റ് ഇത് പോകുന്നതിന് ചിലവൊക്കെ ഉണ്ട്, പൈസ ചിലവൊക്കെ ഉണ്ട്, പോയിട്ട് വരാനൊക്കെ അവിടെ നിൽക്കണമെങ്കിൽ പൈസ ചിലവൊക്കെ ഉണ്ട്. അവിടെ പോയി നിന്ന് ഈ പറയുന്നത് പോലെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പോലെ നമ്മുടെ ആരോഗ്യത്തിനോ നമ്മുടെ ഹെൽത്തിനോ നമുക്ക് ഒരു ഗ്യാരണ്ടി ഇല്ല. ഈ പറഞ്ഞ മാതിരി ഒരു ലാത്തി ചാർജിൽ ഒരു ലാത്തി വന്നിട്ട് തലയും അടിച്ച് കഴിഞ്ഞാൽ തീർന്നു നമ്മുടെ ഫ്യൂച്ചർ. അപ്പൊ ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് അവർ അങ്ങോട്ട് പോയല്ലോ, ഒരു സ്റ്റെപ്പ് വെച്ചല്ലോ. അപ്പൊ അതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ചിലപ്പോൾ അത് ബ്ലോഗ് ചെയ്യുന്നു, കാരണം അവർ എല്ലാം ഡോക്യുമെന്റ് ആക്കുന്ന ഒരു ആൾക്കാർ പിള്ളേരാണ് കൂടുതലുള്ളത്. ഇവൻ ഞാനും വയ്യാണ്ട് ഹോസ്പിറ്റലിൽ പോയാൽ പോലും ചിലപ്പോൾ അവർ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറയുന്ന ആൾക്കാർ ആയിക്കോട്ടെ, അവരുടെ രീതിയാണ്. ഇപ്പൊ പറഞ്ഞ മാതിരി എല്ലാ കാലഘട്ടത്തിലും പ്രൊട്ടസ്റ്റ് എന്ന് പറയുമ്പോൾ അന്നത്തെ ട്രെൻഡ് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. അതിപ്പോ 90 80 അന്നത്തെ ട്രെൻഡിനെ ഫോളോ ചെയ്തു. ഇപ്പൊ ഇന്നത്തെ ട്രെൻഡ് ഇതാണ്. അപ്പൊ അവരത് ഫോളോ ചെയ്യുന്നതായിക്കോട്ടെ. അവർ പക്ഷേ ഒരു സ്റ്റെപ്പ് വെക്കുന്നുണ്ടല്ലോ. അവരുടെ ഇന്റൻഷനും അവർ ആഗ്രഹിക്കുന്ന അവരുടെ ഫ്രസ്ട്രേഷനും മാറുന്നില്ല. അവരുടെ ഈ സ്റ്റൈലിൽ മാത്രമേ ഒരു മാറ്റമുള്ളൂ. പക്ഷെ അതല്ലാതെ അവർ ആഗ്രഹിക്കുന്നതോ അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ള വിമർശന ബോധമൊന്നും യാതൊരു തർക്കമില്ലാത്തൊരു കാര്യമാണ്. അപ്പൊ അതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യാം. അതെനിക്കൊന്ന് പറയണം തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞ കറക്റ്റ് പോയിന്റ് ആണെന്നുള്ളതാണ്. അവരുടെ പ്രൊട്ടക്സ്റ്റിന്റെ രീതി ചിലപ്പോൾ വ്യത്യാസമായിരിക്കും എന്നുള്ളത്. നമ്മൾ കണ്ടു വളർന്ന രീതി തന്നെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമില്ല. അവർ ഈ പുതിയ കാലഘട്ടത്തിൽ ജീവിച്ച ആളുകളാണ്. തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ തന്നെയാണ് അവർ ആയുധമാക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ചില ആളുകൾ ചെറിയ ചെറിയ റീൽസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നുണ്ട്. അതിനൊക്കെ ആളുകൾ ട്രോളുന്നടാ. ഇപ്പൊ ഏതൊക്കെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ അവൻ കളിയാക്കാൻ വേണ്ടിയിട്ട് ഇട്ടിയ അവസരം മുതലാക്കുകയാണ്, അല്ലെങ്കിൽ അവളത് അവസരം മുതലാക്കുകയാണ്, അവൾക്ക് റീച്ചിന് വേണ്ടി ചെയ്യാന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോസ് ചെയ്യുന്ന ഞാൻ കാണുന്നുണ്ട് എന്നുള്ളതാണ്. അവരവരുടെ സ്റ്റൈലിൽ പ്രൊട്ടക്ട് ചെയ്യട്ടെ. എന്തിനാണ് അതിനെ എതിർക്കുന്നത്? ഇപ്പൊ ആക്രമണം അഴിച്ചു വിടുന്ന വിദ്യാർത്ഥിനികളുണ്ട് അവിടെ എന്ന രീതിയിലാണ് സാജൻ സാറൊക്കെ വീഡിയോ ചെയ്തിട്ടുള്ളത്. പോലീസുകാർക്ക് നേരെ, അതേപോലെ പൊതുമുതൽ നശിപ്പിക്കുന്ന രീതി എന്നതിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട് എന്നുള്ളതാണ്. വീഡിയോസ് നമ്മൾ പലതും കണ്ടാണ് സാറേ. അതിൽ പോലീസുകാർ തല്ലുന്നതുകൊണ്ട്, തിരിച്ച് വാഹനങ്ങൾ പൊളിക്കുന്നതുകൊണ്ട്,
ഇതിൽ പോലീസിന് കാർഡ് പോലും നെയിം കാർഡ് പോലും ഇല്ലാത്തത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ആരാണ് ഇത് ചെയ്യുന്നത് നമ്മൾ എങ്ങനെ മനസ്സിലാവും? മറ്റൊരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കിടന്ന് കറങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. പോലീസുകാരുടെ കൂട്ടത്തിൽ പോലീസുകാരാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം നെയിം കാർഡൊന്നുമില്ല, മറ്റേ സംഭവങ്ങളൊന്നുമില്ല, വടിയുണ്ട്. കൂട്ടത്തിൽ ഒരു കൂട്ടം യുവാക്കളുണ്ട്, കുറച്ച് മധ്യവയസ്കരായ ആളുകളുണ്ട്. ഇവരൊക്കെ വടി എടുത്തുകൊണ്ടാണ് ഈ കുട്ടികളെ തല്ലുന്നുള്ളത്. വടിയുടെ ഒക്കെ വലിപ്പം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അപ്പൊ നമുക്ക് പൂർണ്ണമായിട്ടും ഇത് ഇന്ന ആളാണ് ചെയ്യുന്നത്, ഇന്ന ആളല്ല ചെയ്യുന്നത് പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. പോലീസുകാർ തന്നെ സമ്മതിക്കുന്ന ചൂട് കാരണം അത് ഊരി വെച്ചാന്നുള്ളത്. യൂണിഫോം അല്ല, ഈ ഒരു സാധനം ഊരി വെച്ചതാന്നുള്ളത്. എന്തൊക്കെയായാലും ഈ ഭൂമിയിലെ ഈ രാജ്യത്തിന്റെ ഭാവി തലമുറയുടെ കൂടെ നിൽക്കാൻ കഴിയാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പൂർണ്ണ പിന്തുണ ഈ വിഷയത്തിൽ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് നൽകണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അവർക്ക് നീതി കിട്ടുക തന്നെ വേണം. ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ആളുകൾ ജീവൻ പോലും ഒടുക്കിയിട്ടുണ്ട്, ഒരുപാട് ആളുകൾക്ക് പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അക്ബർ ഖാൻ പറഞ്ഞതുപോലെ ഇവിടുന്ന് ഡൽഹിയിലോട്ട് അങ്ങ് പോകണമെങ്കിൽ ചുമ്മാ അങ്ങ് കയറി പോകാൻ പറ്റില്ല, പൈസ വേണം. ഈ പൈസ ഒക്കെ അവരും ചെലവാക്കിയിട്ട് അവരവിടെ പോയിട്ട് പ്രതികരിക്കുമ്പോൾ ഇവിടെ ഇരുന്ന് സോഷ്യൽ മീഡിയയിൽ ചില ആളുകൾ പറയുകയാണ് ഇതൊക്കെ കോമാളിത്തരാണ് എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ശിപ്പായി ലഹളയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നാളെ അത് അവർക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന രീതിയിലുള്ള ഒരു വലിയ സമരമായിട്ട് മാറാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്നുള്ളതാണ്. ഓരോ ദിവസം കൂടുന്തോറും ഓരോ രാഷ്ട്രീയ സംഘടനകൾ, BJP ഒഴികെയുള്ള രാഷ്ട്രീയ സംഘടനകൾ അവർക്ക് പിന്തുണ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഒരുപാട് സെലിബ്രിറ്റീസുകൾ അവർ പോസ്റ്റർ ഇടുന്നു. ഈ സെലിബ്രിറ്റീസുകൾ പോസ്റ്റർ ഇടുമ്പോൾ എന്ത് സംഭവിക്കാൻ പറയേണ്ടതായിട്ടില്ലല്ലോ, അത്രേ ഉള്ളൂ. അപ്പൊ മറ്റുള്ള വിഷയങ്ങൾ, നമ്മളെ കേസുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, പല കാര്യങ്ങളും പറയാൻ കഴിയില്ല, അതുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യങ്ങൾ പറയാത്തത്. പക്ഷേ നമുക്ക് പറയാൻ കഴിയുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിലൂടെ പറയുന്നതാണ്. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ, സൈനിങ് ഓഫ്.